I'm Mala Ravindran, and my husband N. Ravindran is the proprietor of MRT. നമ്മളിപ്പോൾ MRT എങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷേ എന്ന് വെച്ചാൽ MRT is the institution. Yes, MRT is the institution started by my father-in-law, Mr. Natarajan. And it is around 50 years we are running this institution. And MRT-ൽ നമ്മളോട് അവരുടെ അച്ഛൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് for 35 years he has been working in MRT along with his husband, along with his father. പിന്നെ 2021 November 15th my father-in-law passed away. അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. അപ്പം നവംബർ 15 മരിച്ച ഫാദർ-ഇൻ-ലോ ഡിസംബർ 8 തന്നെ മിസ്റ്റർ എൻ സുവീന്ദ്രൻ, proprietor of SRT Metal Mart, filed a partition suit. അപ്പോൾ partition suit ഫയൽ ചെയ്തിട്ട് എല്ലാം കൂടെ ചെയ്തു. നമുക്ക് അവർ MRT-നകത്ത് കയറണം, ഇഞ്ചക്ഷൻ പെറ്റീഷൻ പിന്നെ കമ്മീഷൻ എന്തൊക്കെയോ ഫയൽ ചെയ്തു. But the subcourt gave a clear verdict that MRT must be run by Mr. N. Ravindran, and we are running the business very successfully. ഇതിനിടയ്ക്ക് 2025 ജാനുവരിയിൽ GST എടുത്ത് ഒരു കള്ളപ്പരാതി കൊടുത്ത് നമ്മളോട് GST ക്യാൻസൽ ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ അവിടെ നമ്മളോട് ഇതൊക്കെ പറഞ്ഞു. We got the order back and the GST opened MRT again and we have a fresh lease of life. നമ്മളുടെ കടയിൽ ഏകദേശം 100 പേര് ജോലി ചെയ്യുന്നു. എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് ലൈസൻസ് എടുക്കാതെ ബിസിനസ് ചെയ്യണമെന്ന് ഒരു താല്പര്യവും ഇല്ല. നമ്മൾ ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഫീസ് അടച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി കൺസേൺ കൊടുക്കാതെ കൊണ്ടാണ് ഈ പ്രശ്നം. അതിനും ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 2 പുള്ളിയും കൂടെ പരിഗണിക്കണം. പിന്നെ നമ്മളുടെ പ്രപ്പോസൽ 2, ദാറ്റ് ഈസ് ദ സബ് കോടതി ഓർഡർ, അത് പരിഗണിച്ചിട്ടാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് പോയിന്റ് വാസ് മാനിപ്പുലേറ്റഡ്. അതിന് ഇവർക്കാണ് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ ഓഫീസിൽ നേരത്തെ ഇരുന്ന ഓഫീസർ ഈ കേസ് കേട്ടു. ഈ സിവിൽ കേസിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് അതുപോലെ കോർപ്പറേഷൻ കൂടുതൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷം അവർ അതിന് ജാനുവരിയിൽ തന്നെ ഈ ഹൈക്കോടതി ഓർഡർ നമുക്ക് കയ്യിലുണ്ട്. ഇപ്പോൾ ജൂണിലാണ് നമുക്ക് ഈ ഓർഡർ, ജൂലൈ ഓർഡർ ഡേറ്റ് ഇസ് 2nd. ഇറ്റ് വാസ് സെർവ്ഡ് ഇൻ ദ 4th of July. ബട്ട് നമ്മൾ ഉടൻ തന്നെ കോർപ്പറേഷൻ്റെ അടുത്ത് പോയി നമ്മളോട് പരാതി കൂടെ കേട്ടിട്ട് നിങ്ങൾ ഇതിൽ തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയ ഓഫീസർക്ക് സമയമല്ല. We have taken a decision and it has to be implemented. I do not know. Then everything happened and yesterday we received the orders from the High Court to open MRT immediately. But till now we are fighting for that. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, only till 1 o'clock it will be feasible for us. Other than that, tomorrow is the second Saturday and Sunday is coming. Anyways, I do not want to blame anyone for this. It is simply a civil case and a rivalry between 2 brothers. And Mr. Suvindran is doing all this, we know, and we are facing his wrath for the past 5 years. He wants everything for the sake of the property. To get everything, he is holding MRT as a hostage. That's it.